പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു നല്ല പകൽ ദൈവം നമുക്ക് ദാനമായി നൽകി. ഈ പകലിലും കാലുകളിൽ തട്ടാതെ, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഭാരങ്ങളുടെയും വേദനകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ കരം പിടിച്ച് നടത്തിയ കർത്താവിന്റെ ആ വിശ്വസ്തതയ്ക്കായി ഇന്ന് രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പറഞ്ഞു തീരാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ നിമിഷവും അവിടുന്ന് നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത ആമേൻ ഓർത്താൽ മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ആദരങ്ങളെ തുറന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് രാത്രിയിലും തിരുവചനവുമായി പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം ദൈവത്തിന്റെ വചനത്തെ എത്തിക്കുക വിശ്വസ്തനെ എണ്ണി എന്നെ ഈ കുടുംബത്തെ നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ആമേൻ അടുത്തു ചെല്ലാം. ഹല്ലേലൂയ. പ്രിയരെ, ക്രൂശ് ഒരു ദുഃഖ കഥയല്ല. ആമേൻ. അത് ഒരു കൈമാറ്റമാണ്. ഹല്ലേലൂയ. അവൻ എന്റെ പാപം എടുത്തു. ആമേൻ. എനിക്ക് അവന്റെ നീതി നൽകി. അവൻ എന്റെ ശാപം ഏറ്റെടുത്തു. ആമേൻ. എനിക്ക് അനുഗ്രഹം നൽകി. ആമേൻ. ഇപ്പോൾ ഈ ഗാനം ശാപത്തിൽ നിന്ന് ജയത്തിലേക്കുള്ള എന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. ആമേൻ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ഹല്ലേലൂയ. ക്രൂശു നീ തൂങ്ങിയപ്പോൾ ലോകം കരുതി എല്ലാം തീർന്നു. പക്ഷേ സ്വർഗം വിളിച്ചു പറഞ്ഞവ ഇവിടെ തന്നെയാണ് തുടക്കം. എൻ പാപം നീ ഏറ്റെടുത്തു, എൻ ശിക്ഷ നീ വഹിച്ചു, എൻ ശാപം നീ വഹിച്ചപ്പോൾ എന്മേൽ അനുഗ്രഹം പൊഴിഞ്ഞു. അവസാനിച്ചു നീ വിളിച്ചപ്പോൾ കടം മുഴുവൻ പൊൻതീർന്നു. അവസാനിച്ചു പറഞ്ഞപ്പോൾ ബന്ധനം ഒടിഞ്ഞു, രക്തം ഒഴുകി നിലത്ത് വീണപ്പോൾ കുറ്റരേഖ കീറിക്കളഞ്ഞു. മൂന്നാം ദിവസം കല്ല് മാറിയപ്പോൾ എൻ ജയഗാനം ഉയർന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. അതേ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ ഹല്ലേലൂയ. ആമേൻ. എന്റെ ദുഃഖത്തെ അവൻ കീറിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്റെ പരാജയത്തെ അവൻ കീറിക്കളഞ്ഞു. ആമേൻ. എനിക്ക് ജയം നൽകുവാനിടയായി. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇനി ശപിക്കപ്പെട്ടവനല്ല. ആമേൻ. ഞാൻ അനുഗ്രഹത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ തോൽവിയുടെ അടിമയല്ല, ഞാൻ ജയത്തിന്റെ സാക്ഷ്യമാണ്. ആമേൻ. അതേ ക്രൂശ് എന്റെ തിരിച്ചറിയൽ, ക്രൂശ് എന്റെ നിയമം. ആമേൻ. ക്രൂശ് എന്റെ
ഭാവി തുറന്നു. ആമേൻ. എന്റെ ജീവിതം പുതുക്കി. ആമേൻ. ഹല്ലേലൂയ. അവസാനിച്ചു എന്റെ പഴയ കഥ. ആമേൻ. ജയം ആരംഭിച്ചു എന്റെ പുതിയ അധ്യായം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ ഇന്ന് രാത്രിയിലും നന്ദിയോടെ സ്തുതിക്കുവാൻ, അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത് അങ്ങേ ആരാധിപ്പാൻ ഇന്ന് രാത്രി അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ സമയം ആമേൻ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ജീവിതങ്ങളുടെ മേൽ അതേ പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് എല്ലാ ഉള്ളത്തിന്മേലും ഇന്ന് രാത്രി പരിവർത്തിക്കണമേ. രോഗികൾ സൗഖ്യമാകും, പാപികൾ മനം തിരിയും, പിന്മാറ്റക്കാർ മടങ്ങി വരും. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കും. നിത്യതയെ കുറിച്ച് ആമേൻ കാഴ്ചപ്പാടുള്ളവരാൽ യേശുവിനെ കുറിച്ച് ആമേൻ ശരിയായ അറിവ് പ്രാപിച്ച് ശരിയായ വെളിപ്പാടിൽ ജീവിക്കുവാൻ ഇന്ന് രാത്രി ഇടയാക്കണമേ. ഓ ശാപം പേറി കഴിയുന്നവർ ഇന്ന് രാത്രി യേശുവിലൂടെയുള്ള വിടുതൽ പ്രാപിപ്പാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണമേ. ജനത്തെ അവിടുന്ന് ഒരുക്കണമേ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. കർത്താവിന്റെ വലിയ മഹത്വം ആമേൻ കാണുവാൻ സ്വർഗമിടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അതേ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിലും ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആമേൻ വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്ന ആമേൻ എല്ലാവർക്കും ഇരുന്നവരും ഇരിക്കുന്നവരും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ആമേൻ ചിന്ത പങ്കുവച്ച പ്രാർത്ഥിച്ച ഈ കൂട്ടായ്മ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാവേ, പിതാവേ, ആമേൻ, യൗവനക്കാരായ യൗവനക്കാരി, കുഞ്ഞേ, ആമേൻ, ഇന്ന് രാത്രി ആമേൻ നാം കൂടി വരുമ്പോൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിലായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം ആമേൻ, ആമേൻ, യേശുവിന്റെ ജനനം. ആമേൻ, ആമേൻ. അതെ, കഴിഞ്ഞ ദിവസം നാം കേട്ടു ആമേൻ അവന്റെ ജനനം. ആമേൻ. ആ ജനനം സ്വർഗം ഭൂമിയെ സ്പർശിച്ച നിമിഷമായിരുന്നു. ഹല്ലേലൂയ. ഒന്നാം ദിവസം നാം അതാണ് ചിന്തിച്ചത്. ആമേൻ. രണ്ടാം ദിവസം നാം ചിന്തിച്ചത് ആമേൻ അവന്റെ ജീവിതം ആമേൻ സ്നേഹവും കരുണയും അനുസരണവും ആമേൻ അതെ നിറഞ്ഞതായിരുന്നു. അവൻ നടന്ന വഴികൾ അപ്രകാരമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് മൂന്നാം ദിവസം ആമേൻ നാം ചിന്തിക്കുവാൻ പോകുന്നത് ആമേൻ ഇന്ന് ആമേൻ നാം ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ആമേൻ ലോകത്തിലെ ഏറ്റവും വലിയ ആമേൻ ഒരു ചരിത്രം ആമേൻ ആരംഭിച്ച ചരിത്രം ആമേൻ അതെ ആമേൻ സാക്ഷീകരിച്ച ആമേൻ അതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവത്തിന്റെ മുമ്പിലാണ് ഇന്ന് ഞാൻ നിങ്ങളും നിൽക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. കാലം വിഭജിച്ച നിമിഷം. ആമേൻ. ഹല്ലേലൂയ. കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച ആമേൻ ഹല്ലേലൂയ നിമിഷം. ആമേൻ. മനുഷ്യന്റെ വിധി മാറിയ നിമിഷം. ആമേൻ. ഒരു മരണം. ഹല്ലേലൂയ. പക്ഷേ സാധാരണ മരണമല്ല. ആമേൻ. ഒരു ക്രൂശ്. ആമേൻ. പക്ഷെ അത് തോൽവിയുടെ അടയാളമായിരുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്നത് ആമേൻ ഇന്ന് നാം കേൾക്കുവാൻ പോകുന്നത് ആമേൻ അതേ ക്രൂശ്. ആമേൻ. ശാപത്തിൽ നിന്ന് ജയത്തിലേക്ക്. ആമേൻ. ഹല്ലേലൂയ. ലോകം ആ ദിവസം കണ്ടത് രക്തവും വേദനയുമാണ്. ഹല്ലേലൂയ. ലോകം കരുതിയത് ആമേൻ ഇവിടെ എല്ലാം അവസാനിച്ചു. ആമേൻ. പക്ഷെ സ്വർഗം പ്രഖ്യാപിച്ചത് ഇവിടെ തന്നെയാണ് തുടക്കം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ക്രൂശ് ഒരു ശിക്ഷാവേദി അല്ല. ആമേൻ. അതൊരു കൈമാറ്റത്തിന്റെ വേദിയാണ്. ആമേൻ. അവൻ നമ്മുടെ പാപം ഏറ്റെടുത്തു.
ആമേൻ നമുക്ക് അവന്റെ നീതി നൽകി. അവൻ നമ്മുടെ ശാപം ഏറ്റെടുത്തു. ആമേൻ നമുക്ക് അനുഗ്രഹം നൽകി. അവൻ നമ്മുടെ മരണം ഏറ്റെടുത്തു. നമുക്ക് ജീവൻ നൽകി. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് ആമേൻ ഇന്ന് ഈ വചനത്തിലേക്ക് കടക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. വെറും ആമേൻ ഒരു കഥ കേൾക്കുവാനായിട്ട് ഇരിക്കുകയല്ല. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ ചിലരുടെ മേൽ ദൈവിക വിടുതൽ ആമേൻ അനുഭവിപ്പാനിടയാകും. ഹല്ലേലൂയ. അതേ ക്രൂശിന്റെ അർത്ഥം ആമേൻ നിനക്ക് വെളിപ്പെടപ്പെട്ട ശാപത്തിന്റെ ബന്ധനം ആമേൻ പൊളിയുവാൻ ഇടയാകുന്നതാ. ഹല്ലേലൂയ. ആമേൻ. ബന്ധനം പൊളിയുവാൻ ഇടയാകുന്നതാ. ഇന്ന് രാത്രി ആമേൻ ചില ബന്ധനങ്ങൾ തകരുവാൻ, ചില ബന്ധനങ്ങൾ അഴിയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അത് വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. അതേ കുറ്റബോധത്തിന്റെ ചങ്ങലകൾ ആമേൻ ഒടിഞ്ഞു പോകുന്ന രാത്രിയാ. ഹല്ലേലൂയ. ആമേൻ. അതേ ജയത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ ആമേൻ ഉയർക്കട്ടെ. ഇന്ന് രാത്രി ക്രൂശ് അതേ നിന്റെ ജീവിതത്തിൽ ഒരു ചരിത്രമല്ല, ഒരു അനുഭവമാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. ആമേൻ. അതേ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ആമേൻ 1 മുതൽ നാം വായിക്കുമ്പോൾ ആമേൻ അവിടെ നമുക്ക് ആമേൻ വായിക്കുവാൻ, അവിടെ നമുക്ക് കേൾക്കുവാൻ, അവിടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന വിഷയം ഹല്ലേലൂയ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ആമേൻ ബന്ധത്തിനിടയിൽ ആമേൻ നുഴഞ്ഞു കയറിയ ആമേൻ ഇരുളിന്റെ മറവിൽ വ്യാപരിക്കുന്ന തിന്മയുടെ ശക്തി ആമേൻ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി കളഞ്ഞ ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവൻ ക്ഷണിക്കാതെ കണ്ട് ജീവിതത്തിലേക്ക് കയറി വരുന്ന അവൻ ഒരു തന്ത്രശാലിയാണ് പിശാച് കേട്ടോ. ഹല്ലേലൂയ. അവൻ നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ തലമുറയിലേക്ക്, നിന്റെ ഭാവിയിലേക്ക്, നിന്റെ ജോലിയിലേക്ക്, നിന്റെ ശുശ്രൂഷയിലേക്ക്, അവൻ നിന്റെ സമസ്ത മേഖലകളിലേക്ക് നീ ക്ഷണിക്കാതെ കണ്ട് കയറി വരുന്നതാണ് അവൻ പാപം. അവൻ ക്ഷണിക്കാതെ കണ്ട് കയറി വരുന്നതാണ് അവൻ ഇരുളിന്റെ മറവിൽ വ്യാപരിക്കുന്ന തിന്മയുടെ ഉറവിടമായ സാത്താൻ. ഹല്ലേലൂയ. അവനെ നീ ക്ഷണിക്കേണ്ട, അവൻ അതിനുവേണ്ടി നീ ഉപവസിക്കേണ്ട, അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട, അതിനുവേണ്ടി നീ വചനം വായിക്കേണ്ട, അതിനുവേണ്ടി നീ ആലയത്തിൽ പോകണ്ട, അതിനുവേണ്ടി നീ ദശാംശം കൊടുക്കേണ്ട, അതിനുവേണ്ടി പ്രത്യേകിച്ച് നീ ഒന്നും ചെയ്യണ്ട. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഹൃദയത്തിനകത്ത് ചില ആഗ്രഹങ്ങളുമായിട്ട്, ചില മോഹങ്ങളുമായിട്ട് നീ ഇരുന്നാ മതി. അവൻ നീ ഇരിക്കുന്നിടത്ത് അവൻ വന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സഫലമാക്കും. പ്രിയരെ, ഏദനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടെ ശാപം എന്ന് പറയുന്ന ഒന്ന് ഇല്ലായിരുന്നു. അവിടെ ഭയമില്ലായിരുന്നു, അവിടെ ലജ്ജയില്ലായിരുന്നു, അവൻ അവിടെ വേർപാടില്ലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇതൊക്കെ എങ്ങനെയാണ് അവൻ ഏദനിലേക്ക് കടന്നു വന്നത്? ഹല്ലേലൂയ. നീ ജനിച്ച വീട്ടിൽ നീ ജനിച്ചപ്പോൾ ഇന്നത്തെ പ്രശ്നമുണ്ടായിരുന്നോ? ആമേൻ. നീ കുഞ്ഞായിരുന്നപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, നീ വളർന്നു തുടങ്ങിയപ്പോഴല്ലേ? ആമേൻ. നിന്നിൽ അനുസരണക്കേട് സംഭവിച്ചു തുടങ്ങിയപ്പോഴല്ലേ? നിന്നിൽ ക്രമക്കേട് വന്നപ്പോഴല്ലേ ഇന്ന് നീ പറയുന്നത് നിന്റെ കുടുംബത്തിൽ ശാപമാണ്, നിന്റെ കുടുംബത്തിൽ പ്രശ്നമാണ്, നിന്റെ കുടുംബത്തിൽ ദുരിതമാണ്? ഹല്ലേലൂയ. ആമേൻ. ഏദനിൽ ആമേൻ ദൈവം ആമേൻ മനുഷ്യനെ പാർപ്പിച്ചപ്പോൾ അവിടെ ശാപമില്ല
ഇല്ലായിരുന്നു. അവിടെ ഭയമില്ലായിരുന്നു. ആമേൻ. അവിടെ ലജ്ജയില്ലായിരുന്നു. ആമേൻ. അവിടെ വേർപാടില്ലായിരുന്നു. പക്ഷേ ഒരു അനുസരണക്കേട്, ആമേൻ, ഒരു പാപം, അത് ചരിത്രം മാറ്റിയെന്ന്. ആമേൻ. ഇന്നത്തെ നിന്റെ ചരിത്രം ഇങ്ങനെ ആകാൻ എന്താണ് കാരണം? ആമേൻ. നിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും, നിന്റെ ഉയർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും, ആമേൻ, ദുഷ്ടനായവൻ ക്ഷണിക്കാതെ കണ്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് ദൈവം വെച്ച വ്യവസ്ഥയെ തെറ്റിപ്പിക്കാൻ, ദൈവം വെച്ച വചനത്തിന് വിരുദ്ധമായി ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, നോക്കുവാൻ, രുചിക്കുവാൻ നിന്നെ ഇടയാക്കി. അത് മുഖാന്തരം അതേ ഭയം നിന്നിൽ കടന്നുകൂടി. അത് മുഖാന്തരം ലജ്ജ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് മുഖാന്തരം ദൈവവും നീയുമായി വേർപെട്ടു. അവേ അനുസരണക്കേട്, അതെ, അതിന്റെ അനന്തര ഫലം പാപം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറുവാൻ കാരണമെന്താ? നിന്റെ കുടുംബത്തിൽ ആമേൻ ഇന്നലെ വരെ സംഭവിക്കാത്ത പലതും സംഭവിക്കുവാൻ കാരണമെന്താ? ഹല്ലേലൂയ. ആമേൻ. അതേ ചരിത്രം മാറി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് പാപത്തിന്റെ ശേഷം ശാപം ഭൂമിയിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. ഇതാണ് ആത്മീയ ക്രമം. ആമേൻ. പാപം, ആമേൻ, ഹല്ലേലൂയ, അത് വലിയ വേർപാട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാകട്ടോ. ഹല്ലേലൂയ. ആമേൻ. അതേ, പാപം വലിയ വേർപാട് ജീവിതത്തിൽ കൊണ്ടുവരും. ആമേൻ. വേർപാട് മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ വേദനകൾ കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും വേർപെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വേദന ഉണ്ടാകാറില്ലേ? ഹല്ലേലൂയ. ആമേൻ. ദൈവം, ആമേൻ, സൃഷ്ടിച്ച മനുഷ്യനെ ദൈവത്തിൽ നിന്നും വേർപെടുത്തിയത് പാപമാണ്. ഹല്ലേലൂയ. ആ പാപം അവന്റെ ജീവിതത്തിൽ വളരെ വേദന ഉളവാക്കി. ആമേൻ. ആ വേദന കാലങ്ങൾ കഴിയുമ്പോൾ അതേ മരണത്തിലേക്ക് കലാശിക്കുകയാണ്. ആമേൻ. ആദം പാപം ചെയ്തത് മൂലം അവന്റെ ജീവിതത്തിൽ ആത്മീയ മരണം സംഭവിച്ചു. ദൈവവുമായി അതേ വേർപാടുപോയി. ഹല്ലേലൂയ. അതേ പാപം വേർപാടിലേക്ക്, വേർപാട് വേദനയിലേക്ക്, വേദന മരണത്തിലേക്ക്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, പാപം ആദ്യം ദൈവത്തോടുള്ള ബന്ധം തകർത്തു. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പോലും, ആമേൻ, ഇന്ന് ബന്ധങ്ങൾ തകരുന്നത്, ആമേൻ, ഒറ്റ രാത്രി കൊണ്ടല്ല, ഒറ്റ നിമിഷം കൊണ്ടല്ല. ജീവിതം ആരംഭിച്ചു, ജീവിതം തുടങ്ങി, ആമേൻ, അവർ തമ്മിൽ പിരിയുന്നതിന് മുമ്പ്, ആമേൻ, അവരുടെ ഇടയിൽ, ആമേൻ, പാപം സംഭവിച്ചു. അത് മുഖാന്തരം വേർപാടുണ്ടായി, അത് നിമിത്തം വേദനയുണ്ടായി, ഒടുവിൽ ദുർമരണങ്ങൾ സംഭവിക്കുന്നു. ഇതല്ലേ ഈ കാലഘട്ടങ്ങളിൽ അനേക കുടുംബങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി, ഹല്ലേലൂയ, ആമേൻ, പാപം ആദ്യം ദൈവത്തോടുള്ള ബന്ധം തകർത്തു. ആദാം, ആമേൻ, മറിഞ്ഞു വീഴുവാനിടയായി. ഭയം അവനെ പിടിച്ചു. അവൻ പറഞ്ഞു, ഞാൻ പേടിച്ചു. ഇന്ന് രാത്രി ഏതിനെയൊക്കെയോ ഭയപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കാണുകയാണ്. ഹല്ലേലൂയ. അതേ, ഭയം, ആമേൻ, ശാപത്തിന്റെ ആദ്യ ഫലമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ആമേൻ, ഏതെങ്കിലും ഭവനത്തിനകത്ത്, ഏതെങ്കിലും രാജ്യത്തിനകത്ത്, ഏതെങ്കിലും ഹോസ്പിറ്റലിനകത്ത്, ആമേൻ, നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ ഭയപ്പെട്ടിരിക്കുകയാണോ? ആമേൻ. ഭയം ശാപത്തിന്റെ ആദ്യ ഫലമാണ്. തെറ്റിദ്ധരിക്കരുത്. ആമേൻ. ദൈവഭയത്തെ കുറിച്ചല്ല പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഭയം ശാപത്തിന്റെ ആദ്യ ഫലം. ആമേൻ. ദൈവത്തോടുള്ള ഐക്യം തകർന്നപ്പോൾ മനുഷ്യൻ തന്റെ യഥാർത്ഥ തിരിച്ചറിയൽ, ആമേൻ, നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ. ആമേൻ. ശാപം വെറും വാക്കല്ല പ്രിയരേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത്, ആമേൻ, ശാപം എന്ന, ആമേൻ, എന്നത് ഒരു ദോഷ വാക്കല്ല പ്രിയരേ. അത് ആത്മീയ യാഥാർത്ഥ്യമാണ്. അത് ദൈവത്തോട് വേർപെട്ട, ആമേൻ, ജീവിതത്തിന്റെ ഫലം. ആമേൻ. അത് പ്രകടമാകുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഹല്ലേലൂയ. ആമേൻ. അതേ ഭയം. ആമേൻ. എന്താ ഭയം?
നാളെ എന്റെ ജീവിതത്തെ എന്താകും? സ്തോത്രം. പരീക്ഷ എഴുതിയ കഴിഞ്ഞിട്ട് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് റിസൾട്ട് വരുന്നത് വരെ ആമേൻ ഭയമാ. എന്താകും എന്താകും എന്താകും? ഈ എന്താകും 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 എന്നുള്ള ഭയം നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ മനസ്സിലാക്കിക്കൊള്ളണം, നീ ദൈവവുമായിട്ടുള്ള ബന്ധം പ്രോപ്പർ അല്ല. നീ ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയല്ല. അതെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലകരത്തിൽ ആമേൻ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ കർത്താവ് ആമേൻ കൂടെയുണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് ഭയമില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? ആമേൻ. യഹോവ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. ഭയം. എന്താ ഭയം? നാളെ എന്റെ മക്കളുടെ ഭാവി എന്താകും? നാളെ എന്റെ ജോലി എന്താകും? ആമേൻ. ജോലിയിൽ ഇരിക്കെ ആമേൻ നാളെ ജോലിയിൽ ആമേൻ സംഭവിക്കുവാൻ പോകുന്നതിനെ ഇമേജ് കണ്ടിട്ട് എന്താകും 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 എന്നുള്ള ഭയം ഇന്ന് രാത്രി ആമേൻ ജീവിതത്തെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കൊള്ളണം. ആമേൻ. അതേ, ദുഷ്ടനായവൻ ക്ഷണിക്കാതെ കണ്ട് ചിന്തകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ നിരൂപണങ്ങളിലൂടെയോ നിന്നെ സമീപിച്ചു. ഹല്ലേലൂയ. ആമേൻ. 2 രോഗം. ഹല്ലേലൂയ. രോഗം പേറി കഴിയുന്നവർ ഹല്ലേലൂയ എപ്പ വേണമെങ്കിലും എന്റെ ശരീരം വീണു പോകാം. ഹല്ലേലൂയ. എപ്പ വേണമെങ്കിലും ഈ ലോകം വിട്ട് ഞാൻ പോകേണ്ടി വരും. കാരണം രോഗം ചികിത്സിച്ചിട്ട് മാറുന്നില്ല, രോഗം പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല. ആമേൻ. എന്നെ കൊണ്ടേ ഈ രോഗം പോകത്തുള്ളൂ. ദൈവത്തോട് വേർപെട്ട ജീവിതത്തിന്റെ ഫലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 ദാരിദ്ര്യം. ഭൂമി മുള്ളും കാട്ടുപുല്ലും ഒക്കെ ഉൽപ്പാദിപ്പിച്ചു പറക്കാരല്ലേ? എന്നും ദാരിദ്ര്യം. ഓട്ടക്കലത്തിൽ കൊണ്ടിടുന്നത് പോലെയാ, ഓട്ടസഞ്ചി കൊണ്ടിടുന്നത് പോലെയാ. എത്ര കിട്ടിയാലും ആമേൻ കിട്ടുന്നത് കാണും, പിന്നീട് നോക്കി അത് എതിലെ പോയി എന്നറിയുന്നില്ല. ഹല്ലേലൂയ. 1 മാസം ആമേൻ നിന്റെ കയ്യിൽ എത്ര നന്മ കിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. അതെല്ലാം കൂടെ കണക്കാക്കിയ നിനക്ക് രാജാവിനെ പോലെ കഴിയുവാനുള്ളത് സ്വർഗം തരുന്നില്ലേ? ആമേൻ. നിനക്ക് പഠിച്ച് തൃപ്തി അടയാനുള്ളത് ദൈവം തരുന്നില്ലേ? പക്ഷേ ആമേൻ ഹല്ലേലൂയ ജീവിതത്തിന്റെ ആമേൻ അതേ സമസ്ത മേഖലകളിൽ ഹല്ലേലൂയ ആമേൻ ദൈവവുമായിട്ടുള്ള വേർപാടിന്റെ ഫലം ആമേൻ അത് ഈ നിലകളിൽ പ്രകടമാകാൻ തുടങ്ങിയിട്ട് കാലവത്രമായി. ആമേൻ. ഭയമാണ്. ആമേൻ. അവര് വന്നാൽ എന്ത് ചെയ്യും? കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണ്ടേ? ഭയമാണ്. ശരീരത്തിൽ രോഗമാണ്. ആമേൻ. എത്ര കിട്ടിയാലും ദാരിദ്ര്യം എന്ത് ചെയ്യുന്നില്ല? തീരുന്നില്ല. ആമേൻ. ഈ 3 മേഖല കഴിഞ്ഞ് ഹല്ലേലൂയ മാറിയിരുന്നിട്ട് ഹല്ലേലൂയ ആമേൻ കരയുക, കുറ്റബോധം. ഹല്ലേലൂയ. ആമേൻ. എന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണല്ലോ. ആമേൻ. ആമേൻ. കുറ്റബോധം. കുറ്റബോധം കൊണ്ട് കാര്യമില്ല കേട്ടോ. പാപബോധം ഉണ്ടാകണം. ഈ കുറ്റബോധവും പാപബോധവും തമ്മിൽ രണ്ടാണ്. ആമേൻ. ഈ ചെയ്ത കുറ്റം കുറ്റമാണെന്ന് ബോധ്യമായപ്പോ ആമേൻ എന്താ സംഭവിച്ചെന്നറിയോ? ആമേൻ. അവർക്കൊരു കാര്യം മനസ്സിലായി. ആമേൻ. ഞങ്ങൾ ചെയ്തത് കുറ്റമായതുകൊണ്ട് ആ കുറ്റം ഞങ്ങളെ ദൈവ മുമ്പാകെ പാപം ചെയ്യിക്കുവാൻ ഇടയായി. അപ്പൊ ഞങ്ങളുടെ കുറ്റബോധം ദൈവ മുമ്പിൽ എന്താണ്? പാപമാണ്.
ആമേൻ, അതെ, കുറ്റബോധം അവർക്കുണ്ടായപ്പോ ഹല്ലേലൂയ ഒരു കാര്യം അവരുടെ കണ്ണിൽ തെളിയുകയാണ്. എന്താ തെളിഞ്ഞെന്ന് കേൾക്കണ്ടേ? നഗ്നത തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ ആമേൻ. അവരുടെ ജീവിതത്തിൽ അന്ന് വരെ അവർ കാണാത്ത നഗ്നത അവർ കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ ഈ പാപത്തിന്റെ ചില ആമേൻ ആമേൻ അനുഭവങ്ങളാകട്ടോ. ഹല്ലേലൂയ. കുറ്റബോധം, ആമേൻ, നഗ്നത തിരിച്ചറിഞ്ഞു. ആമേൻ. ശാപം ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും സ്പർശിച്ചു. ഹല്ലേലൂയ. ആമേൻ. അതേ, ബന്ധങ്ങളിൽ സംഘർഷം. ആമേൻ. ഭാര്യയും ഭർത്താവും ആമേൻ കീരിയും പാമ്പും പോലെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ കുറ്റബോധം ആമേൻ ഉള്ളവരുടെ ജീവിതത്തിൽ ആമേൻ അവര് ചിലത് തിരിച്ചറിഞ്ഞിട്ട് ആമേൻ ജീവിക്കുമ്പോ ആമേൻ ആ ശാപത്തിന്റെ ആ അലകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ സ്വാധീനിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആ സ്വാധീനത്തിലായിരിക്കുന്നവര് ആമേൻ അവരുടെ കുടുംബ ജീവിതത്തിനകത്ത് ഭാര്യയോടാകട്ടെ, ഭർത്താവിനോടാകട്ടെ, മക്കളോടാകട്ടെ, സഹോദരങ്ങളോടാകട്ടെ, കൂടപ്പുറപ്പിനോടാകട്ടെ, ആമേൻ, സ്നേഹത്തോടെ പറഞ്ഞു വന്നാലും അവർ അവസാനിപ്പിക്കുന്നത് സംഘർഷത്തിലായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശ്രമത്തിൽ എന്താണ്? വേദനയാണ്. എല്ലാം കഴിയുമ്പോ വേദനിച്ചിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. അതേ, ജീവിതത്തിൽ കഷ്ടം. ഹല്ലേലൂയ. അവസാനം മരണം. മനുഷ്യന്റെ ശ്രമം. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ, ഇതിന് രക്ഷപ്പെടാൻ വേണ്ടി ആമേൻ മനുഷ്യൻ ശ്രമിച്ചു. എന്താ? ആമേൻ, സൂര്യൻ ഉദിച്ചപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഇരുട്ട് മാറിയപ്പോൾ അവരുടെ ലജ്ജ വെളിപ്പെട്ടു. ലജ്ജ മറിക്കാൻ അവര് ശ്രമിച്ചത് അത്തിയില കൂട്ടി തിന്നുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോ ഇന്ന് കണക്ക് കൂട്ടുകയാ. ആരെ കണ്ടാൽ, ആരോട് ചോദിച്ചാൽ, ആമേൻ, എവിടെ പോയാൽ ആമേൻ എന്റെ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം? ആമേൻ. ആദാമും ഹവ്വയും ആമേൻ ആലോചിച്ചു, ശ്രമിച്ചു. എന്നാ പിന്നെ നമുക്ക് അങ്ങ് അത്തിയില പറിക്കാം. ആമേൻ. ഒന്ന് ഇമേജ് ചെയ്തേ, രണ്ടുപേരും കൂടെ കൂടി അത്തിയില പറിക്കാൻ പോയി. ആമേൻ. എന്റെ ഭാവനെ പറയുക, ആമേൻ, അമ്മാമ്മയ്ക്ക് പൊക്കം കുറവാ, അച്ഛന് ആമേൻ അതെ കാണിച്ചു കൊടുക്കാൻ പറ്റും, അമ്മാമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ ചാടി ചാടി എന്ത് ചെയ്യാ? പറിക്കുക. ആമേൻ. ആ ചാടി പറിക്കുന്ന ക്ഷീണം കൊണ്ട് അവിടെ ഇരുന്നപ്പോ അമ്മാമ്മ ആമേൻ ആ അത്തിയില അങ്ങ് തുന്നി. ആമേൻ. എന്റെ ഭാവനയാ കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ആ ഏദനീന്ന് കുറച്ച് വള്ളിയൊക്കെ പറിച്ച് ആമേൻ അവരുടെ ഷേപ്പിനൊത്തവണ്ണം, അവരുടെ അളവിനൊത്തവണ്ണം എന്ത് ചെയ്തു? അത്തിയില കൊണ്ട് അങ്ങ് ആമേൻ ലജ്ജ മറിക്കാൻ എന്ത് ചെയ്തു? തുന്നി കൂട്ടി. ഇതുപോലല്ലേ ആമേൻ അച്ഛനും അമ്മാമ്മയും കൂടെ കൂടിയിട്ട് ആമേൻ ഇപ്പത്തെ കഷ്ടമൊക്കെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹല്ലേലൂയ. ആ ശ്രമം എന്തായി? വേദനയായി. ഹല്ലേലൂയ. ആ വേദന വർദ്ധിച്ചു. ആമേൻ കഷ്ടമായി. ഹല്ലേലൂയ. അവസാനത്തിൽ മരണത്തിലേക്ക് അവർ എത്തി. ഹല്ലേലൂയ. നോക്കിയേ, മനുഷ്യന്റെ ശ്രമം. ആമേൻ. മനുഷ്യൻ ശ്രമിച്ചു. ഹല്ലേലൂയ. അവർ നിയമം ആമേൻ പാലിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇതൊക്കെ കണ്ട് അവരെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം അവരുടെ അരികിലേക്ക് വന്നു. ഹല്ലേലൂയ. നോക്കണേ, ആമേൻ, അവർ ഉപവസിച്ചില്ല. അവർ പ്രത്യേക ഉണർവ് മീറ്റിംഗ് ഒന്നും നടത്തിയില്ല. ആമേൻ. ഇന്നാണെങ്കിൽ ആമേൻ ഒരു ഉപവാസം, ആമേൻ, അല്ലെങ്കിൽ ഒരു ആമേൻ മുറ്റത്ത് കൺവെൻഷൻ, അല്ലെങ്കിൽ ആമേൻ ഒരു ഉണർവ് യോഗം, അല്ലെങ്കിൽ ഒരു ഓൾ നൈറ്റ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു പകൽ മീറ്റിംഗ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു 3-7-21 അല്ലേ ക്രമീകരിക്കും. ഉപവസിക്കുന്നത് നല്ലതാ കേട്ടോ. ഉപവസിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ആമേൻ. പുറപ്പാട്. ഹല്ലേലൂയ. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്താൻ ദൈവം ഒരു പുറപ്പാടിന്റെ വഴി നിയമിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. എന്നും ഇങ്ങനെ ഇരുന്നാ മതിയോ? എന്നും ഈ ഭീതിയിൽ ഇരുന്നാ മതിയോ? എന്നും ഈ ഭയത്തിൽ ഇരുന്നാ മതിയോ? എന്നും ഈ കഷ്ടത്തിൽ ഇരുന്നാ മതിയോ? പോരാ. ആമേൻ. ജോലിയുണ്ട്. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള കഷ്ടതയുടെ നടുവിൽ അവർ നിലവിളിക്കാൻ തുടങ്ങി.
പാപം ചെയ്ത തലമുറയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയ തലമുറകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആമേൻ. അവർക്ക് ജോലിയുണ്ടെന്ന്, പക്ഷേ ന്യായമായ കൂലിയില്ല. നേരം വെളുത്ത് വെട്ടം വീണാൽ ആമേൻ ഇരുളായാലും ജോലി തീരുന്നില്ല. ആമേൻ. അത്രയ്ക്കും ജോലിയാ. അല്പസമയം വിശ്രമിക്കാൻ സമയമില്ല. ആമേൻ. ചിലർ അടുക്കള കയറിയാലുണ്ടല്ലോ, ആമേൻ, അടുക്കള ഇറങ്ങണമെങ്കിൽ പാതിര ആമേൻ കഴിയണം. പണിയാണ്. ആമേൻ. അങ്ങനെ ആമേൻ തുടങ്ങിയ പണി ആമേൻ അവര് എത്തിയത് എവിടാന്നറിയോ? നിലവിളിയിലാണ്. പകല് മുഴുവൻ പണിയെടുത്തിട്ട് രാത്രി കിടന്ന് നിലവിളിക്കുക, എന്റെ ദൈവമേ, എന്റെ നടുവേദന, എന്റെ പുറം വേദന, എന്റെ കാല് വേദന, ഓ എന്റെ മനസ്സിന്റെ വേദന. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ കിടന്ന് നിലവിളിച്ചപ്പോഴേ ആ നിലവിളി കേട്ടോണ്ട് ആമേൻ അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞോണ്ട് ഹല്ലേലൂയ അവരെ മനസ്സിലാക്കി ആമേൻ അവരെ പുറപ്പെടുവിക്കുവാൻ ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഹല്ലേലൂയ. ആമേൻ. കേൾക്കണോ നിങ്ങൾക്ക്? ആമേൻ. ജനനത്തിങ്കിൽ തന്നെ കൊന്നുകളയണമെന്ന് ഭീഷണി മുഴക്കിയ സാഹചര്യത്തിൽ ജനിച്ച മോശയെ പൊക്കി ആമേൻ ഹല്ലേലൂയ നിലവിളിക്കുന്ന ജനത്തിന്റെ ആമേൻ അതേ ആ സാഹചര്യത്തിലേക്ക് ഇറക്കി വിട്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നീ നിലവിളിക്കുമ്പോൾ, നീ കഷ്ടപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നിന്നെ കഷ്ടപ്പെടുത്തുന്നവരുടെ ആമേൻ അതേ നിലപാട് ഇടപാട് കണ്ടിട്ട് പാപം ചെയ്തെങ്കിലും അകന്നു പോയെങ്കിലും ആമേൻ കരുണാമയൻ നിന്നോട് കരുണ കാണിച്ച് നീ ക്ഷണിക്കാതെ കണ്ട് ആമേൻ ഹല്ലേലൂയ സാത്താൻ നിന്റെ ജീവിതത്തിൽ കടന്നുകൂടി ആമേൻ നിന്നെ പാപം ചെയ്യിപ്പിച്ച് നിന്നെ തകർക്കാൻ അവൻ ഔടാടി സഞ്ചരിച്ച് അവൻ വലവിരിച്ച് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും തകർക്കുവാൻ അവൻ ആമേൻ അവൻ്റെതാകുന്ന കെണികൾ ഒരുക്കുമ്പോൾ ഹല്ലേലൂയ അതിനകത്ത് നിലവിളിക്കുന്ന ചിലരുടെ നിലവിളി കേട്ട് സ്വർഗം ചില പദ്ധതി ആമേൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ആമേൻ. പുറപ്പാട് വഴി നിയമം ലഭിച്ചു. ആമേൻ. ഈ പുറപ്പാടിനകത്ത് കൊടുത്ത നിയമം എന്തായിരുന്നു അറിയോ? ആമേൻ. യാഗം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ യാഗം അർപ്പിക്കുവാൻ ആമേൻ നിയമം അവർക്ക് കിട്ടിയപ്പോൾ ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് രക്തമൊഴുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇതായിരുന്നു ഹല്ലേലൂയ. ആമേൻ. പ്രശ്നം എന്താ? ആമേൻ. ഇതായിരുന്നു. ആമേൻ. യാഗം പാപം മൂടി. ഹല്ലേലൂയ. യാഗം പാപം മൂടി, പക്ഷേ ആമേൻ പാപം നീക്കിയില്ല. ആമേൻ. ഹല്ലേലൂയ. നിയമം പാപം എന്ത് ചെയ്തു? കാണിച്ചു, പക്ഷെ അത് മോചിപ്പിച്ചില്ല. ഹല്ലേലൂയ. ചിലർക്കറിയാം ആമേൻ എന്റെ ജീവിതത്തിൽ ആമേൻ തട്ടുകടൊക്കെ സംഭവിച്ചു, പാപമൊക്കെ സംഭവിച്ചു. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമകാലത്ത് ആമേൻ നിയമം ആമേൻ യാഗം ആമേൻ പാപത്തെ എന്ത് ചെയ്യായിരുന്നു? മൂടുകയായിരുന്നു. അത് ആമേൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? നീക്കുന്നില്ല. ആമേൻ. നിയമം എപ്പോഴും എന്ത് ചെയ്യുക? പാപത്തെ കാണിക്കുകയാ. ആമേൻ. ഈ ഡ്രൈവ് ചെയ്യുന്നവർക്കറിയാം, റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ പലയിടങ്ങളിലും ആമേൻ പെട്രോൾ പമ്പ് എത്താറാകുമ്പോൾ ആമേൻ ഇത്ര കിലോമീറ്ററിനപ്പുറത്ത് പെട്രോൾ പമ്പ് ഉണ്ടെന്നുള്ള സിഗ്നൽ കാണാം. സ്കൂളുള്ളപ്പോൾ ആമേൻ ഇത്ര കിലോമീറ്ററിന് മുമ്പ് ആമേൻ സ്കൂളുണ്ട്, സൂക്ഷിച്ചു പോകണം. കാരണം കുട്ടികള് പുറകെ ഓടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില സിമ്പൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അടുത്ത് വരുമ്പോൾ ആമേൻ എമർജൻസി ബോർഡുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അപായത്തിന്റെ സിഗ്നലുകൾ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നിയമം എപ്പോഴും ഒരു മുന്നറിയിപ്പ്. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം നിയമം കൊടുത്തത് പാപം കാണാനായിരുന്നു, പക്ഷെ പാപം മോചിക്കുന്നില്ല. ആമേൻ. അവർ ഇന്ന് പാപമാണെന്ന് ബോധ്യമാകും. ആമേൻ. വീണ്ടും അവരത് ആവർത്തിക്കും. ഹല്ലേലൂയ. എന്നാൽ നിയമം വെളിച്ചം പോലെ ആമേൻ അത് പൊടി കാണിക്കും, പക്ഷെ വൃത്തിയാക്കില്ല. ഹല്ലേലൂയ. ആമേൻ. ശാപം തുടർന്നു, തലമുറകളിലേക്ക് അത് വ്യാപരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ തലമുറകളിലൂടെ അത് ഭവനങ്ങളിലേക്ക്, ഭവനങ്ങളിലൂടെ
അത് ഗ്രാമങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലൂടെ അത് പട്ടണങ്ങളിലേക്ക്, പട്ടണങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്. ഹല്ലേലൂയ. മഹാമാരി എന്ന ആ വിപത്ത് അല്ലേ, ആമേൻ, ആ കോവിഡ്, ഹല്ലേലൂയ, ആമേൻ, ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലൂടെ സഞ്ചരിച്ച് ലോകം മുഴുവൻ വ്യാപരിച്ചില്ലേ? ഇതുപോലെയാണ് ആമേൻ പാപം. ഹല്ലേലൂയ. ആമേൻ. ആ പാപം മൂലം ശാപം ഒരുവനിൽ വന്നു, അവനിലൂടെ ആമേൻ അത് അടുത്ത തലമുറയിലേക്ക്, ആമേൻ, അടുത്ത ജീവിതങ്ങളിലേക്ക്, അടുത്ത കുടുംബങ്ങളിലേക്ക്, അടുത്ത ഗ്രാമങ്ങളിലേക്ക്, അടുത്ത വില്ലേജിലേക്ക്, അടുത്ത പട്ടണങ്ങളിലേക്ക്, അടുത്ത രാജ്യങ്ങളിലേക്ക്. ഹല്ലേലൂയ. അങ്ങനെ രാജ്യങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, അത് വീഴുവാൻ തക്കവണ്ണം ഇടയായി, ജീവിതങ്ങൾ വീഴുവാൻ തക്കവണ്ണം ഇടയായി, തലമുറകൾ വീഴുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. എങ്കിലും മനുഷ്യന്റെ ഉള്ളിലെ ബന്ധനം എന്ത് ചെയ്യുന്നില്ല? സ്തോത്രം. ആമേൻ. പൊളിയുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ഇന്നും ആമേൻ ലോകത്തിൽ അനേക മനുഷ്യർ അതിനകത്ത് പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഹല്ലേലൂയ. തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ആമേൻ. ആ സത്യം ഇതാണ്. ആമേൻ. ശാപം ഒരു പഴയ കഥയല്ല. ആമേൻ. അത് ക്രൂശില്ലാതെ തുടരുന്ന യാഥാർത്ഥ്യമാണ്. ആമേൻ. ക്രൂശിലാണ് ആ ശാപം, ആമേൻ, തകരപ്പെടുന്നത്. ഹല്ലേലൂയ. ക്രൂശിലാണ് ആ ശാപത്തിന്റെ, ആമേൻ, സകല, ആമേൻ, തിക്ത, ആമേൻ, അനുഭവങ്ങളും, ആമേൻ, മോചിക്കപ്പെടുന്നത്. പ്രിയരേ, ശാപം ഒരു പഴയ കഥയല്ല. അത് ഇന്നും അതിന്റെ ജൈത്ര യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെയാണ് ആമേൻ ഒരു മനുഷ്യന്, ആമേൻ, മോചനം ലഭിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. അത് ക്രൂശിലാണ്, ആമേൻ, നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ക്രൂശില്ലാതെ തുടരുന്ന യാഥാർത്ഥ്യം. ആമേൻ. ക്രൂശ് വരുന്നതിന് മുമ്പ് മനുഷ്യൻ ശാപത്തിന്റെ കീഴിലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കൂ സഭ. ആമേൻ. ദൈവം ആദാമിനെ ശപിക്കുമ്പോഴും, ആമേൻ, ഹല്ലേലൂയ, ഒരു വാഗ്ദാനം നൽകി. ആമേൻ. എന്തായിരുന്നു ആ വാഗ്ദാനം എന്നറിയില്ലേ? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ, ആമേൻ, നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശാപം, ആമേൻ, മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന അതേ നിമിഷത്തിൽ തന്നെ, ആമേൻ, അതിന്റെ നടുവിൽ തന്നെ വിടുതലിന്റെ പ്രവചനം പിറന്നു. ഹല്ലേലൂയ. ശാപത്തിന്റെ നടുവിൽ തന്നെ വിടുതലിന്റെ പ്രവചനം പിറന്നു. ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് ആത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ പ്രവചിച്ച് പറയാം, നിന്റെ വീട്ടിൽ എപ്പോൾ, ആമേൻ, ശാപം, ആമേൻ, കയറിയോ അപ്പോൾ തന്നെ, ആമേൻ, വിടുതലിന്റെ പ്രവചനവും അവിടെ പിറക്കുവാൻ ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ശാപം കടന്നു വരുവാൻ കാരണം, ആമേൻ, വേർപാടാണ്. ആമേൻ. വേർപാട് കാരണം പാപമാണ്. ആമേൻ. അത് മുഖാന്തരം വേദന, അത് മുഖാന്തരം മരണം. ഹല്ലേലൂയ. ഇന്ന് അനേക കുടുംബങ്ങൾ അത് താണ്ഡവമാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെയും നിന്റെയും കുടുംബത്തിൽ അപ്രകാരം, ആമേൻ, അതേ വേദനയും, ആമേൻ, ആമേൻ, കഷ്ടവും, ആമേൻ, ദാരിദ്ര്യവും, ആമേൻ, രോഗവും നിലനിൽക്കാതിരിക്കുവാൻ, ആമേൻ, ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറം, ആമേൻ, ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ഒരുവൻ ജനിച്ചതിനെ കുറിച്ച്, ആമേൻ, ജീവിച്ചതിനെ കുറിച്ച് കഴിഞ്ഞ 2 രാത്രി നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി, ആമേൻ, ആ ജനിച്ചവൻ, ആ ജീവിച്ചവൻ, ആ ക്രൂശിൽ, ആമേൻ, യാഗമായി തീർന്നത് കൊണ്ട്, ആമേൻ, അതെ, ആ പ്രവചനം നിവർത്തിയാകുകയാണ്. സ്ത്രീയുടെ സന്തതി, അതെ, പാമ്പിന്റെ തല തകർക്കും. ഹല്ലേലൂയ. ശാപത്തിന്റെ നടുവിൽ തന്നെ
വിടുതലിന്റെ പ്രവചനം പിറക്കുവാനിടയായി. ഇന്ന് നാം ഈ സത്യത്തെ തിരിച്ചറിയുന്നുവെങ്കിൽ ആമേൻ, ശാപത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ക്രൂശിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ കഴിയത്തില്ല കേട്ടോ. ആമേൻ, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്ക് ലജ്ജയില്ല. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അതേ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. ശാപത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ക്രൂശിന്റെ മഹത്വം എന്ത് ചെയ്യില്ല, മനസ്സിലാകില്ല. ആമേൻ. ഇത് ഇരുട്ടിന്റെ പശ്ചാത്തലമാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അടുത്ത ഘട്ടത്തിൽ വെളിച്ചം ആമേൻ ഉദിക്കുവാൻ ആമേൻ പോകുന്നു, പൊട്ടിത്തെറിക്കുവാൻ പോകുന്നു. ആമേൻ. പ്രാർത്ഥനയോടെ ആമേൻ ശ്രമിച്ചാലും ഹല്ലേലൂയ. ഗലാത്യലേഖനം 3-ാം അധ്യായം ആമേൻ അതിന്റെ 13-ാം വാക്യം ആമേൻ ഇപ്രകാരം വായിക്കുന്നു. വായിച്ചാലും ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഹല്ലേലൂയ. മതി. ആമേൻ. ക്രിസ്തു ആമേൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. കൃപയാൽ കഴിഞ്ഞ ദിവസം യേശു ജനിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു, നമുക്ക് വേണ്ടിയായിരുന്നു എന്ന് ആമേൻ. അതെ, അവന്റെ ജനനം ഭൂമിയെ സ്പർശിക്കുവാൻ ഇടയായി. ആമേൻ. ചില ജീവിതങ്ങളെ അവൻ ഇന്ന് രാത്രിയും സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന്റെ ജീവിതം കൊണ്ട് ഹല്ലേലൂയ മാനവകുലത്തിന് ഒരു മാതൃക. ആമേൻ. അവന്റെ ജീവിതം എന്തിനായിരുന്നുള്ള യാഥാർത്ഥ്യം ആമേൻ. അതെ, ആമേൻ. ഈ ഭൂമിയിലായിരിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കി ആമേൻ ജീവിക്കുവാനായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ജീവിതം പ്രാർത്ഥനയായിരുന്നു, അവന്റെ ജീവിതം അനുസരണമായിരുന്നു, അവന്റെ ജീവിതം ആമേൻ അതെ ആമേൻ അതെ കരുണ നിറഞ്ഞതായിരുന്നു. അവന്റെ ജീവിതം ഹല്ലേലൂയ ജയകരമായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ജീവിതം ദൈവമഹത്വമായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി അവന്റെ മരണം ആമേൻ എന്തിനു വേണ്ടിയായിരുന്നു? ആമേൻ. ശാപത്തിൽ തുടരുന്ന മനുഷ്യനെ ആ ശാപത്തിൽ നിന്നും മോചിപ്പിക്കുവാനായിരുന്നു. ഹല്ലേലൂയ. അതാണ് ഗലാത്യലേഖനം 3:13. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. മരത്തിൽ തൂങ്ങിയിരിക്കുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ പ്രിയരെ, ഇവിടെ ആമേൻ സ്വർഗ്ഗത്തിന്റെ വിപ്ലവം ആരംഭിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ശാപത്തിന്റെ കീഴിലായിരുന്നു. ആമേൻ. നിയമം മോചിപ്പിച്ചില്ല, യാഗം പൂർണ്ണമാക്കിയില്ല. പക്ഷേ ഒരു ദിവസം ക്രൂശ് ഹല്ലേലൂയ ആമേൻ ആ ശാപത്തെ പരിഹരിപ്പാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ക്രൂശ് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഹല്ലേലൂയ. എന്താണ് ആ സന്ദേശം? ആമേൻ. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ശ്രദ്ധിക്കൂ, അവൻ ശാപം നീക്കിയില്ല മാത്രമല്ല, അവൻ ശാപമായി തീർന്നുവെന്ന്. ഹല്ലേലൂയ. നാം ചെയ്ത പാപത്തിന്റെ ശിക്ഷ ആമേൻ നമ്മുടെ ശാപം. ഹല്ലേലൂയ. നമുക്ക് പകരം ആമേൻ ആ ശാപം ശിരസ വഹിച്ചുകൊണ്ട് ആമേൻ ആ ക്രൂശിൽ അതേ യാഗമായി അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി. ഹല്ലേലൂയ. ആ ക്രൂശിലെ കൈമാറ്റം. ഹല്ലേലൂയ. ആമേൻ. ആ ക്രൂശിൽ ആമേൻ യാഗമായി തീർന്ന ആമേൻ ആ ദൈവപുത്രനായ ക്രിസ്തു മുഖാന്തരം നമുക്ക് എന്താ സംഭവിച്ചേ? അവൻ നമ്മുടെ പാപം വഹിച്ചു. ഹല്ലേലൂയ. നാം ചെയ്തതെല്ലാം അവന്റെ മേൽ വഹിച്ചു. ഹല്ലേലൂയ. അവൻ നമ്മുടെ ലജ്ജ വഹിച്ചു. ഹല്ലേലൂയ. അവൻ നഗ്നനായി. ആമേൻ. ലജ്ജ മറയ്ക്കുവാൻ ആമേൻ അത്തിയൊല ആമേൻ മനുഷ്യൻ ശ്രമിച്ച് തുന്നി ആമേൻ വെയിൽ തട്ടിയപ്പോൾ അത് വാടിപ്പോയി. എന്നാൽ ഇതാ ആമേൻ മനുഷ്യൻ ചെയ്ത ആ നഗ്നതയെ മറയ്ക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ആമേൻ ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ എന്റെയും നിങ്ങളുടെയും നഗ്നതയെ ആമേൻ ലജ്ജയെ ആമേൻ നഗ്നതയെ മറയ്ക്കുവാനിതാ അവൻ ഹല്ലേലൂയ ക്രൂശിൽ യാഗമായി അവൻ നഗ്നനായി. ഹല്ലേലൂയ. അവൻ ആമേൻ നമ്മെ മറയ്ക്കുവാൻ ഹല്ലേലൂയ അവൻ നമ്മുടെ ലജ്ജ വഹിച്ചു.
അവൻ പരിഹസിക്കപ്പെട്ടു, അവൻ നമ്മുടെ ശിക്ഷ വഹിച്ചു. നമുക്ക് ലഭിക്കേണ്ട അടിയൊക്കെ അവൻ ഏറ്റെടുത്തു. ഹല്ലേലൂയ. അങ്ങനെ വീണ്ടും എഴുന്നേറ്റും വീണ്ടും എഴുന്നേറ്റും ആമേൻ ഗോൽഗോഥ മലമുകളിലേക്ക് കയറിപ്പോയി. ആ ഗെത്സമനയിൽ രക്തം വിയർപ്പ് തുള്ളിയായി ആമേൻ അവൻ ജീവനോടെ ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചു. ആമേൻ നമുക്ക് ലഭിക്കേണ്ട അടിയൊക്കെ ആമേൻ അവൻ ഏൽക്കുവാനിടയായി. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ 53:5 ആമേൻ ഇപ്രകാരം പറയുന്നത്. വായിച്ചേ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. ആമേൻ. വചനം പറയുന്നു, അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം. ആമേൻ. ക്രൂശ് ഒരു അപകടമല്ല, അത് ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു. ആമേൻ. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ആമേൻ. ലോകം കണ്ടത് ഹല്ലേലൂയ പോലെയല്ല, ആമേൻ, സ്വർഗ്ഗം കണ്ടത്. ആ ദിവസം ലോകം കണ്ടത് എന്തായിരുന്നു? യേശുവിന്റെ ആമേൻ തകർച്ചയായിരുന്നു. യേശുവിന്റെ ശരീരത്തിൽ നിന്നും ഒഴുകുന്ന രക്തമായിരുന്നു. ആമേൻ. തകർന്ന ശരീരമായിരുന്നു. പരാജയം ഏറ്റുവാങ്ങിയ ഒരു നല്ല ഗുരുവിനെയായിരുന്നു ലോകം കണ്ടത്, ലോകം വിലയിരുത്തിയത്. പക്ഷെ സ്വർഗം കണ്ടത് ആമേൻ പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പായി. ആ വീണ്ടെടുപ്പ് പൂർത്തിയാകുകയായിരുന്നു. പിശാച് കരുതിയത് ഞാൻ ജയിച്ചു. എന്നാൽ ദൈവം ആ സമയത്ത് പ്രഖ്യാപിച്ചത് എന്താണെന്നറിയോ? ആമേൻ, ഇതെന്റെ പദ്ധതിയാണ്. ആമേൻ. അതേ ശിക്ഷയുടെ സ്ഥലമല്ല. ആമേൻ. അത് വലിയ മാറ്റത്തിന്റെ ആമേൻ ഹല്ലേലൂയ സ്ഥലമായിരുന്നു പ്രിയരേ. ക്രൂശ് തോൽവിയല്ല, അത് വിജയത്തിന്റെ ആമേൻ മേഖലയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ആമേൻ പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പാപബോധത്തെക്കാൾ കുറ്റബോധത്തെക്കാൾ ആമേൻ ചിലർക്ക് ആത്മീയ ബോധ്യം ആമേൻ ഉണ്ടാകണം. എന്താ ആത്മീയ ബോധ്യം? ക്രൂശിൽ ഒരു കൈമാറ്റം നടന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന് ശിക്ഷ ഞാനും നിങ്ങളും ശിരസ വഹിക്കേണ്ടതിന് ആമേൻ ആ പാപത്തെ എന്നിൽ നിന്നും ആമേൻ വാങ്ങി ആമേൻ പകരം ആമേൻ ഞാൻ മരിക്കേണ്ടടുത്ത് ആമേൻ എനിക്ക് വേണ്ടി അവൻ മരിക്കുവാനിടയായി. ഹല്ലേലൂയ. അവൻ ഏറ്റെടുത്ത പാപം, ആ പാപം ഏറ്റെടുത്തിട്ട് അവൻ എനിക്ക് നീതി നൽകി. ഹല്ലേലൂയ. ആ ശാപം ഏറ്റെടുത്തിട്ട് അവൻ എനിക്ക് അനുഗ്രഹം നൽകി. ആമേൻ. ആ ശിക്ഷ ആമേൻ ഏറ്റെടുത്തിട്ട് അവൻ എനിക്ക് ക്ഷമ നൽകി. ഹല്ലേലൂയ. ആ മരണം അവൻ ഏറ്റെടുത്തിട്ട് ആമേൻ എനിക്ക് ജീവൻ നൽകി. പ്രിയരേ, നീ ഇന്ന് ശാപത്തിന്റെ ഭാരത്തിൽ ജീവിക്കേണ്ടവനല്ല. കാരണം ശാപം ഇതിനകം ക്രൂശിൽ ആമേൻ അതേ പരിഹരിക്കപ്പെടുവാനിടയായി. ഹല്ലേലൂയ. നീ ഇനി കുറ്റബോധത്തിൽ തളർന്ന് കഴിയേണ്ടവനല്ല, തളർന്ന് ജീവിക്കേണ്ടവനല്ല. കാരണം ശിക്ഷ ഇതിനകം ക്രൂശിൽ തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് ആമേൻ അതേ ആ ക്രൂശിലൂടെ ആമേൻ മാനവ കുലത്തിന്റെ ചരിത്രം മാറ്റുകയാണ്. അതുകൊണ്ട് ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ആമേൻ ആ ക്രൂശിതനായ യേശുവിനെ ആമേൻ അതേ നിനക്ക് വേണ്ടി ആ ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിനെ നീ അറിയാതെ പോകരുത്. ക്രൂശ് നിന്റെ ചരിത്രം മാറ്റി. ഹല്ലേലൂയ. ക്രൂശ് നിന്റെ തിരിച്ചറിയൽ മാറ്റി. ഹല്ലേലൂയ. ക്രൂശ് നിന്റെ ഭാവി തുറക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് ഈ സത്യം ആമേൻ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ആര് തയ്യാറാകും? ആമേൻ. ഇന്ന് രാത്രി ആമേൻ നിനക്ക് വേണ്ടി ജനിച്ച, നിനക്ക് വേണ്ടി ജീവിച്ച, ആമേൻ നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായ യേശുവിനെ അറിയാതെ നീ ജീവിക്കരുത്. അവനെ സ്വീകരിക്കാതെ നീ ജീവിക്കരുത്.
ആമേൻ അവനെ വിശ്വസിക്കൂ. അവൻ ശാപമായി, നീ അനുഗ്രഹമാകുവാൻ. ഹല്ലേലൂയ. അവൻ താഴ്ത്തപ്പെട്ടു, നീ ഉയർത്തപ്പെടാൻ. ആമേൻ അവൻ മരണമേറ്റെടുത്തു, നീ ജീവൻ അനുഭവിക്കുവാൻ. ഇത് അവസാനമല്ല, ഇത് ജയത്തിന്റെ തുടക്കമാണ്. എത്ര പേർ ആമേൻ പറയും? വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ ശാപത്തിൽ നിന്ന് ജയത്തിലേക്ക് മാനവരാശിയെ കൈപിടിച്ചുയർത്തുവാൻ ഈ ഭൂമിയിലേക്ക് ആമേൻ ആമേൻ അതേ മൂലം, ഹല്ലേലൂയ, അതേ ജീവിതം മൂലം, മരണം മൂലം, ആമേൻ ദൈവ പ്രവൃത്തിയായവൻ ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യം ആമേൻ വചനം കേൾക്കുന്നവരുടെ ജീവിതങ്ങളിൽ ആമേൻ പകർന്നുകൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ആമേൻ. കൊലോസ്യ ലേഖനം ആമേൻ 2-ാം അധ്യായം 14-15 വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യം. ഹല്ലേലൂയ. നന്ദി കർത്താവേ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. നോക്കണമേ, വിരോധമായിരുന്ന രേഖയെ അവൻ ക്രൂശിൽ ആമേൻ തറച്ചെന്ന്. ഹല്ലേലൂയ. ആമേൻ അതെ, അത് നീക്കിയെന്ന്. ഹല്ലേലൂയ. ആമേൻ ക്രൂശിൽ ആമേൻ ഇട്ട് അത് പൂർണ്ണമായി എന്നിൽ നിങ്ങളിൽ നിന്നും നീക്കി. ആമേൻ അധികാരങ്ങളെയും ആമേൻ ഹല്ലേലൂയ ആമേൻ അതെ ആയുധങ്ങളെയും ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായി പ്രദർശിപ്പിച്ചു. അവരിൽ ജയം നേടിയെന്ന്. പ്രിയരെ, ക്രൂശ് ഒരു ശോക വാർത്തയല്ല കേട്ടോ, ഒരു ദുഃഖ വാർത്തയല്ല കേട്ടോ. അത് വിജയപ്രഖ്യാപനം. ജയം വെളിപ്പെടുത്തിയ ഒരു മേഖലയായിരുന്നു. ലോകം കരുതിയത് യേശു തോറ്റു. പക്ഷെ ആത്മീയ ലോകത്തിൽ എന്ത് സംഭവിച്ചു? ശാപം പൊളിഞ്ഞു, പിശാച് പരാജയപ്പെട്ടു, മരണം തോറ്റു. വചനം പറയുന്നു, വിരോധമായിരുന്ന രേഖയെ അവൻ ആണി അടിക്കുന്നത് പോലെ അടിച്ചിട്ടു. അത് നമ്മുടെ കടപ്പത്രം, അത് നമ്മുടെ കുറ്റപട്ടിക, അത് നമ്മുടെ ശിക്ഷയുടെ രേഖ. ഹല്ലേലൂയ. അതുകൊണ്ടാ മരണം നിന്നെ കൊണ്ടുപോകും. പലപ്പോഴും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് മരണത്തിന് നിന്നെ കൊണ്ടുപോകുവാൻ കഴിയാതിരുന്നത്, അനർത്ഥം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ആമേൻ അനർത്ഥത്തിനകത്ത് അകപ്പെട്ട് നീ തീരാതിരുന്നത്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഇന്ന് രാത്രിയിലും ആ വിടുതൽ അനുഭവിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. അപ്പോ ക്രൂശിൽ അത് കീറിക്കളയപ്പെട്ടു. ഹല്ലേലൂയ. ക്രൂശ് ദൈവീക കൈമാറ്റമാണ്. ഹല്ലേലൂയ. ആമേൻ. ക്രൂശ് ഒരു കൈമാറ്റമായിരുന്നുവെന്ന്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നാം കൊടുക്കേണ്ട വില ആമേൻ അവൻ എടുത്തു കൊടുക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ആമേൻ. അവൻ ഹല്ലേലൂയ മുഖാന്തരം ഹല്ലേലൂയ ആമേൻ നാം വിശുദ്ധ ജീവിതം നയിപ്പാൻ ഹല്ലേലൂയ ഇടയാകുകയാണ്. ഹല്ലേലൂയ. പാപം ആമേൻ മാറി ആമേൻ ശുദ്ധിയുള്ളവരായി വിശുദ്ധ ജീവിതം നയിപ്പാൻ അത് യേശു മൂലം ആമേൻ കൃപ ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ശാപം അനുഗ്രഹം നൽകി, മരണം ജീവൻ നൽകി, ലജ്ജ മഹത്വം നൽകി.
ആമേൻ. ഇത് ഒരു ഭാഗിക വിജയമല്ല, ഇത് പൂർണ്ണ വിജയമാണ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, പിശാച് കരുതിയത് അവൻ അവസാനിച്ചു. പക്ഷേ ക്രൂശ് അവന്റെ അധികാരം പരസ്യമായി ഹല്ലേലൂയ എന്ത് ചെയ്തു? ആമേൻ വെളിപ്പെടുത്തി. സാത്താനെ ആമേൻ പരസ്യമായി അപമാനിച്ചു. ഹല്ലേലൂയ. ക്രൂശ് ഒരു യുദ്ധഭൂമിയായിരുന്നു. ആമേൻ. അവിടെ യേശു ജയിച്ചു. ആമേൻ. എന്നാൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ആമേൻ ഞാനും നിങ്ങളും പറയണം ഹല്ലേലൂയ അതേ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ പരാജയപ്പെട്ട് കാണുവാൻ ദൈവം ആഗ്രഹിക്കാത്തതുകൊണ്ട് എന്നെ ജയാളിയാക്കുവാൻ ആമേൻ ഈ ഭൂമിയിൽ ജനിച്ച യേശു, ഈ ഭൂമിയിൽ ജീവിച്ച യേശു ആമേൻ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ക്രൂശിൽ എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി യാഗമായി. ഹല്ലേലൂയ. എന്നാൽ ആമേൻ പലരും പറയുക ഇപ്പോഴും ജീവിതത്തിൽ പോരാട്ടമുണ്ട്. ആമേൻ പോരാട്ടമുണ്ടെന്ന്. എന്നാൽ ചില ബന്ധനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതായി തോന്നുന്നു. അല്ലേ പ്രിയരെ? ക്രൂശിൽ ആമേൻ ജയം ഉറപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. അല്പം പോലും ബാക്കി വെച്ചില്ല. ഇപ്പോഴത് വിശ്വാസം വിശ്വസിക്കുന്നവരിലേക്ക് ആമേൻ അതിന്റെ മഹത്വം ആമേൻ വെളിപ്പെടുവാൻ ആമേൻ ഹല്ലേലൂയ ഇടയാണ്. അതെങ്ങനെയാണ്? ഹല്ലേലൂയ വിശ്വസിക്കണം. ആമേൻ. ഞാൻ ചെയ്ത പാപം ആമേൻ അത് എന്നെ ശാപത്തിലേക്ക്, അതേ മരണത്തിലേക്ക്, ഭയത്തിലേക്ക് നയിക്കുമ്പോൾ ആ ശാപത്തിൽ നിന്ന്, ആ ഭയത്തിൽ നിന്ന് ആമേൻ എന്നെ മോചിപ്പിക്കുവാൻ എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ യാഗമായി. ഹല്ലേലൂയ. ആമേൻ. അത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അത് മൂലം ജയിക്കുവാനിടയാകാം. ഹല്ലേലൂയ. ആമേൻ. അത് ആമേൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമാക്കണം, അത് കൈവശപ്പെടുത്തണം. ഹല്ലേലൂയ. അതിനെന്താ ചെയ്യേണ്ടത്? ആമേൻ. ഈ ഭൂമിയിൽ ജനിച്ച യേശുവിനെ, ഈ ഭൂമിയിൽ ജീവിച്ച യേശുവിനെ, ഈ ഭൂമിയിൽ ജനിക്കുകയും ജീവിക്കുകയും ആമേൻ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീരുകയും ചെയ്ത ആമേൻ യേശുവിനെ അറിഞ്ഞ് അവനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ ക്രൂശിലെ മരണം മൂലം ആമേൻ ഞാൻ ശാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക. എങ്ങനെ? അത് ഞാൻ വിശ്വസിക്കുമ്പോൾ. ആമേൻ. ഇന്ന് രാത്രി ചിലരെ നോക്കി ആത്മാവിൽ ഞാൻ പറയട്ടെ, നീ ശാപത്തിന്റെ കീഴിലല്ല, നീ ക്രൂശിന്റെ കീഴിലാണ്. ശാപം നിയമപരമായി പൊളിഞ്ഞു, നീ അതിന്റെ കീഴിൽ തുടരേണ്ടതില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിൽ ആമേൻ നീ പറയുമോ, നിന്റെ മേലുള്ള കുറ്റരേഖ റദ്ദാക്കി, ആത്മീയ വിരോധം പരാജയപ്പെട്ടു, മരണത്തിന്റെ ഭയം ഹല്ലേലൂയ ആ അധികാരം എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. ആമേൻ. ഇന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കഴിയണം, ക്രൂശന്റെ ജയമാണ്. ഹല്ലേലൂയ. ആമേൻ. ക്രൂശ് എന്റെ തിരിച്ചറിയലാണ്, ക്രൂശന്റെ നിയമപരമായ മോചനമാണ്. ഹല്ലേലൂയ. ഇനി ഞാൻ തോൽവിയുടെ ഭാഷ സംസാരിക്കില്ല. വീട്ടിലാകട്ടെ, നാട്ടിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ഇനി ഞാൻ തോൽവിയുടെ ഭാഷ സംസാരിക്കത്തില്ല. ആമേൻ. ഞാൻ ജയത്തിന്റെ ഭാഷ സംസാരിക്കും. കാരണം ശാപത്തിൽ നിന്നും അതേ ജയത്തിലേക്ക് എന്നെ കൊണ്ടുപോയത് ക്രൂശാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറയൂ? ഹല്ലേലൂയ. ഇന്നത്തെ ആമേൻ വിശ്വാസികൾക്കുള്ള ഒരു സന്ദേശം ആമേൻ പറഞ്ഞ് ആമേൻ ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം വേർതിരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇതുവരെ ഈ ഭൂമിയിൽ ജനിച്ച, ഈ ഭൂമിയിൽ ജീവിച്ച, ഈ ഭൂമിയിൽ ക്രൂശിൽ യാഗമായി തീർന്ന, ഒരു പാപവും ചെയ്യാതെ ആമേൻ നാം ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, അതേ പാപത്തിന്റെ അനന്തരഫലമായ ശാപം, ഭയം, ആമേൻ നഗ്നത, ആമേൻ ഇതൊക്കെ മറച്ചുകൊണ്ട് ആമേൻ ജീവിക്കുന്നവരിൽ പാപം പിന്നെയും കടന്ന് അവരെ നിത്യനാശത്തിലേക്ക് നയിക്കുമ്പോൾ അവരെ പൂർണ്ണമായി ആ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിത്യ ജീവിതത്തിലേക്ക് നയിക്കുവാൻ ഈ ഭൂമിയിൽ ജീവിച്ച യേശുവിന്റെ മരണത്തിലൂടെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞെ, അഭിഷേകനെ, നീ അറിയാതെ പോകരുത്. ഒരുപക്ഷെ നീ ഇങ്ങനെ ചിന്തിച്ചേക്കാം, എന്റെ കുടുംബത്തിൽ തലമുറ ശാപത്തിലാണ്.
എന്റെ ജീവിതത്തിൽ മുഴുവൻ പരാജയമാണ്. തലമുറ തലമുറ തലമുറയായി ഈ ശാപം കൈമാറുകയാണ്. ഒരു തലമുറയിൽ രക്ഷപ്പെടുന്നത് കാണുന്നില്ല. പരാജയം മാത്രം, അത് ആവർത്തിക്കുക. എന്തുകൊണ്ട് ഞാൻ മോചിതനാകുന്നില്ല? അമ്മ, കുടുംബത്തിൽ ആരും രക്ഷപ്പെടുന്നില്ലെന്ന്, ദാരിദ്ര്യം വിട്ടുമാറുന്നില്ലെന്ന്, രോഗം വിട്ടുമാറുന്നില്ലെന്ന്, കടഭാരം വിട്ടുമാറുന്നില്ലെന്ന്, അത് തലമുറ തലമുറ തലമുറയായി പിന്തുടരുന്നത് പോലെ അമേൻ പരാജയം ആവർത്തിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ മോചിതനാകുന്നില്ല എന്ന് ക്രൂശ് നിന്നോട് ഒരേ ഒരു വാക്ക് പറയുന്നു. ഹല്ലേലൂയ. അമേൻ, ഇത് അവസാനമല്ല. അമേൻ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ആമേൻ. ഹല്ലേലൂയ. വായിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് കേട്ടോ. ആമേൻ. നാളിതുവരെ ക്രിസ്തുവേശുവിൽ നീ ആയിട്ടില്ലെങ്കിൽ കുഞ്ഞേ, ഇത് നിനക്ക് വേണ്ടിയുള്ള രാത്രിയാണ്. മാതാവേ, ഇത് നിനക്ക് വേണ്ടിയുള്ള രാത്രിയാണ്. പിതാവേ, ഇത് നിനക്ക് വേണ്ടിയുള്ള രാത്രിയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, വചനം പറയുന്നു ശിക്ഷയില്ല. അതായത് ആമേൻ, എല്ലാം അവസാനിച്ചു. ഹല്ലേലൂയ. വിധി പ്രഖ്യാപിച്ചു. ആമേൻ. കടം തീർന്നു. ആമേൻ. ഇനി നീ ക്രിസ്തുവിൽ സ്വതന്ത്രനായി ജീവിക്കുക. പിന്നെയും അടിമ നുകത്തിൽ നീ എന്ത് ചെയ്യരുത്? കുടുങ്ങി പോകരുത്. ക്രൂശ് നിന്റെ തിരിച്ചറിയൽ മാറ്റി, പാപി എന്നുള്ള ലേബൽ കീറി കളഞ്ഞിട്ട് നീതിമാൻ എന്നുള്ള പേരിന് യോഗ്യനായി നീ മാറിയെന്ന്. ഇനി നീ പാപിയല്ല. ആമേൻ. നീ നീതിമാനാണ്. ഹല്ലേലൂയ. നീ ശപിക്കപ്പെട്ടവനല്ല, നീ അനുഗ്രഹീതനാണ്. ഹല്ലേലൂയ. നീ അടിമയല്ല, നീ പുത്രനാണ്, നീ പുത്രിയാണ്. ഹല്ലേലൂയ. ആമേൻ. ക്രൂശ് ആമേൻ ഒരു സംഭവം മാത്രമല്ല. ആമേൻ. അത് തിരിച്ചറിയൽ മാറ്റമാണ്. ഹല്ലേലൂയ. ആമേൻ. നീ നിന്റെ പഴയ ആ കുടുംബ ചരിത്രത്തിന്റെ അടിമയല്ല. ആമേൻ. നീ നിന്റെ പാപത്തിന്റെ അടയാളമല്ല. നീ നിന്റെ പരാജയങ്ങളുടെ ഫലമല്ല. നീ ക്രൂശിന്റെ ഫലമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നു മുതൽ കുറ്റബോധമില്ല. കാരണം രക്തം നിന്നെ ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തം കൊണ്ട് അവൻ ഇന്ന് രാത്രി കഴുകൽ പ്രാപിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നീ ആത്മീയ അടിമത്വത്തിൽ കഴിയേണ്ടവനല്ല. കാരണം ആമേൻ ആ ചങ്ങലകളെല്ലാം ആമേൻ പൊളിയുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. ഭയത്തിന്റെ ആധിപത്യമില്ല. കാരണം സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നീ ഇന്നും പഴയ കഥ ആവർത്തിക്കേണ്ടതില്ല. ക്രൂശ് ഒരു പുതിയ അധ്യായം തുറക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നത് തലമുറ ആമേൻ ഇനി ആമേൻ ശാപത്തിൽ കഴിയണ്ട. ആമേൻ. തലമുറ ഈ സത്യം ആമേൻ അതെ അറിഞ്ഞ് വിശ്വസിക്കുവാനും ജീവിക്കുവാനും തയ്യാറായാൽ ഹല്ലേലൂയ ശാപം ഇവിടെ അവസാനിക്കുന്നു. ഹല്ലേലൂയ. ആവർത്തിക്കുന്ന പരാജയം ഇവിടെ ആമേൻ ഫുൾ സ്റ്റോപ്പ് വീഴുകയാണ്. ഹല്ലേലൂയ. കുറ്റബോധത്തിന്റെ ശബ്ദം മിണ്ടാതെയാകുന്നു. ആമേൻ. ക്രൂശ് നിന്റെ ആമേൻ ജീവിതത്തിൽ ജയം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ.
ഹല്ലേലൂയ. നീ കുറ്റക്കാരനല്ല. ആമേൻ. നീ നിരസിക്കപ്പെട്ടവനല്ല, നീ ശപിക്കപ്പെട്ടവനല്ല, നീ ക്രിസ്തുവിൽ ഉള്ളവനാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രിയരേ, ഇന്ന് ഈ സത്യം വിശ്വസിക്കൂ. ആമേൻ. നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കൂ. നിന്റെ വായി കൊണ്ട് നീ ഏറ്റുപറയൂ. ക്രൂശ് നിന്റെ വിധി മാറ്റി, ക്രൂശ് നിന്റെ ഭാവി ധന്യമാക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ഭാവിക്ക് വേണ്ടി പുതുവഴികളെ ദൈവം തുറക്കുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം അത് ചെയ്യുന്നു. ഹല്ലേലൂയ. ക്രൂശ് നിന്റെ തിരിച്ചറിയൽ പൂർത്തിയാക്കി. ആമേൻ. ഇനി നീ ശാപത്തിന്റെ കീഴിലല്ല കേട്ടോ. ആമേൻ. നീ ജയത്തിന്റെ കീഴിൽ നടക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയുക? ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുക? ആമേൻ. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കൂടപ്പറപ്പേ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹല്ലേലൂയ. ആമേൻ. ഇത് സാധാരണ വാക്കുകളുടെ സമയമല്ല. ആമേൻ. ഇത് ആത്മീയ നിയമ പ്രഖ്യാപനത്തിന്റെ സമയമായി മാറുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം ആമേൻ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിച്ചു. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതേ, ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആമേൻ വായാൽ സമ്മതിക്കുകയും ചെയ്താൽ ആമേൻ രക്ഷ ലഭിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ രക്ഷ തികച്ച സൗജന്യമാണ്. ആമേൻ. ശാപത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, അക്കടഭാരത്തിൽ നിന്ന്, ആമേൻ, ആ അടിമ നുകത്തിൽ നിന്ന് ആമേൻ മോചനം ആമേൻ തികച്ച സൗജന്യമായി ദൈവം നൽകുകയാണ്. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ജീവനും മരണവും നിന്റെ അധികാരത്തിൽ. ആമേൻ. നിന്റെ നാവിന്റെ അധികാരത്തിൽ. ആമേൻ. അതുകൊണ്ട് ഇന്ന് നാം വെറും കേൾവിക്കാരായിരിക്കാതെ, വെറും കാഴ്ചക്കാരായിരിക്കാതെ അതരം കൊണ്ട് ആ പാപത്തെ ഏറ്റു പറയുവാൻ. ഒരിക്കൽ ഏറ്റു പറഞ്ഞത്, ഒരിക്കൽ കരുണ ലഭിച്ചത്. പത്രോസ് ആ കോഴി കൂകിയപ്പോൾ അനുതപിച്ചതുപോലെ രാത്രി അനുതപിക്കുന്നവനോട് കരുണ കാണിക്കുന്ന കരുണാമയനായ കർത്താവ്. അപ്പോ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് നിലവിളിച്ചു എഴുന്നേറ്റ മകനോട് കരുണ കാണിച്ചു. അബദ്ധമായി നിലവിളിച്ചപ്പോൾ മിണ്ടരുതെന്ന് ആമേൻ ശബ്ദിച്ച് മിണ്ടാതാക്കാൻ നോക്കിയവരോട് നിൽക്ക ആമേൻ ആമേൻ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അവൻ ശാപമായി. അതുകൊണ്ട് നീ ഈ ശാപത്തിന്റെ കീഴിലല്ല. ആമേൻ. അവൻ നിന്റെ ആമേൻ സ്ഥാനമെടുത്ത് നീ അവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ ഇന്ന് രാത്രി എത്ര പേർ അതിന് തയ്യാറാകും? കൊലോസ്യലേഖനം 2-ാം അധ്യായം 14-15 വാക്യം നാം വായിച്ചു. വിരോധമായിരുന്ന ലേഖനം വായിച്ചു. അധികാരങ്ങളെ പരാജയപ്പെടുത്തി ക്രൂശിൽ ഒരു രഹസ്യ യുദ്ധം നടന്നു. ആമേൻ. പിശാച് കരുതിയത് അത് തന്റെ വിജയമെന്ന്. പക്ഷെ 3-ാം ദിവസം അതവന്റെ പരാജയമായി. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വെളിപ്പെടുത്തിയത്, പാപമറിയാത്തവനെ ആമേൻ നമുക്കായി പാപമാക്കി. എന്തുകൊണ്ട്? നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. അതുകൊണ്ട് ഇപ്പോൾ ആത്മാവിൽ നിന്നും പറയൂ, ക്രൂശ് എന്റെ മേൽ വിജയം നൽകുവാനിടയായി. കാരണം യോഹന്നാൻ 19:30 യേശു പറഞ്ഞു. വായിച്ചാട്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം ആമേൻ 19-ാം അധ്യായം 30-ാം വാക്യം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തി
നിവൃത്തിയായി എന്ന് പറഞ്ഞു. നിവൃത്തിയായി എന്ന് പറഞ്ഞു. തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ 10:30 യേശു പറഞ്ഞു, എല്ലാം അവസാനിച്ചു. അത് തോൽവിയുടെ വിളിയല്ല. ആമേൻ. അത് വിജയത്തിന്റെ ഒരാഘോഷമായിരുന്നു. ഹല്ലേലൂയ. അതൊരു പൂർണ്ണ വിജയമായിരുന്നു. ഹല്ലേലൂയ. യേശു ശാപമായി. ആമേൻ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളിലേക്ക് വരേണ്ടതിന് ആമേൻ. ഗലാത്യലേഖനം 3:14 അത് നിന്റെ വീട്ടിലേക്ക് വരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു, നിന്റെ തലമുറയിലേക്ക് വരുന്നു. ആമേൻ. എന്റെ കുടുംബത്തിലെ ശാപം അവസാനിച്ചു. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 24:15 ആമേൻ. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ആമേൻ. ഇങ്ങനെ പറഞ്ഞാട്ട് ഞാനും എന്റെ വീടും യഹോവയെ സേവിക്കും. ആമേൻ. ശാപ ചരിത്രം ഇവിടെ നിൽക്കും, അനുഗ്രഹ ചരിത്രം ഇവിടെ ആരംഭിക്കും. ഹല്ലേലൂയ. പാപത്തിന്റെ ബന്ധനം പൊളിഞ്ഞു. ആമേൻ. റോമർ 8:1 ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. നീ കുറ്റബോധത്തിന്റെ അടിമയല്ല, നീ കൃപയുടെ മകനാണ്, കൃപയുടെ മകളാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പറ, ഞാൻ ജയത്തിൽ നടക്കും. ഹല്ലേലൂയ. ഞാൻ ജയത്തിൽ ജീവിക്കും. പ്രൈസ് ഗോഡ്. 1 കൊരിന്ത്യർ 15:57 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ജയ ആളിയായി ഹല്ലേലൂയ ആമേൻ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തി ഉള്ളവനാക്കി മാറ്റുന്ന ദൈവം. വായിച്ചാട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 57-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ ആ ജീവിതത്തിലൂടെ നമുക്ക് ജയം നൽകി തരികയാണ്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ജയമരുളുന്ന ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ആമേൻ. നീ ജയത്തിനായി ഇനി പോരാടുന്നില്ല, നീ ജയത്തിൽ നിന്നാണ് പോരാടുന്നത്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഇന്ന് പലരും ജയത്തിന് വേണ്ടി പോരാടുകയാണ്. പക്ഷേ ആമേൻ വചനം പറയുന്നു, ആമേൻ ജയത്തിനായി പോരാടുന്നില്ല, നീ ജയത്തിൽ നിന്നാണ് പോരാടുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ആമേൻ ഞാൻ ചിലരോട് പ്രവചിക്കുന്നു, ഈ നിമിഷം അദൃശ്യ ബന്ധനങ്ങൾ പൊളിയുന്നു. ആമേൻ. പതിറ്റാണ്ടുകളായി നിന്നിരുന്ന ആത്മീയ തടസ്സങ്ങൾ ആമേൻ ചിലരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങുന്ന രാത്രിയാണ്. അനുഗ്രഹത്തിന്റെ വാതിലുകൾ ആമേൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചില ജീവിതങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന രാത്രിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ 22:22 ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് അതേ പ്രവചനാത്മാവിൽ ഇടപെടുന്നു. ഹല്ലേലൂയ. അവൻ തുറക്കുമ്പോൾ ആരും അടയ്ക്കുകയില്ല, അവൻ തുറക്കുന്ന വാതിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22:22 വായിച്ചു. ഹല്ലേലൂയ. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, തുറക്കുമ്പോൾ അവൻ തുറക്കുമ്പോൾ ആരും അടയ്ക്കുകയില്ല. ആമേൻ. ദൈവം തുറക്കുന്ന വാതിൽ മനുഷ്യനും പിശാചും ആമേൻ അടയ്ക്കാൻ ശ്രമിച്ചാലും അത് സാധിക്കുകയില്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ രേഖ വരയ്ക്കപ്പെടുന്നു. ഇതിനു മുമ്പ് എന്നൊരു കാലം, ഇതിന് ശേഷം എന്നൊരു കാലം. ആമേൻ. ക്രൂശ് നിന്റെ മേൽ വിജയം നേടിയിരിക്കുന്നു. ശാപം അവസാനിച്ചു, അനുഗ്രഹം ആരംഭിച്ചു. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. പ്രിയരെ, ഇപ്പോൾ ഹല്ലേലൂയ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും? ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇത് ഒരു ഔപചാരിക അവസാനമല്ല, ഇതൊരു ആത്മീയ മുദ്രവെക്കലാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, ആമേൻ. ഒരുവന്റെ യാഗത്താൽ ആമേൻ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവരെ എന്നേക്കും പൂർണ്ണരാക്കി. ആമേൻ.
ക്രൂശ് പകുതി പ്രവൃത്തി ചെയ്തില്ല, പൂർണ്ണമായി ചെയ്യുവാനിടയായി. വായിച്ചാൽ എബ്രായലേഖനം 10-ാം അധ്യായം 14-ാം വാക്യം. എബ്രായലേഖനം 10-ാം അധ്യായം 14-ാം വാക്യം. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവർ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് 2:11 പറയുന്നു, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവരുടെ സാക്ഷ്യവചനത്താലും അവർ ജയിച്ചു. ഹല്ലേലൂയ. വായിക്കാം. എങ്കിലും നിന്നെ കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. എബ്രായലേഖനം 12:11. നന്ദി കർത്താവേ. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരും. 12-ാം അധ്യായം 11-ാം വാക്യം. നന്ദി കർത്താവേ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. മുറിந்துള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകുന്നത് നിങ്ങളുടെ കാലിന് പാദം നിർത്തും. നന്ദി കർത്താവേ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. എബ്രായലേഖനം എടുത്തു വെച്ചു. നന്ദി കർത്താവേ. യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കളെ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവരുടെ സാക്ഷ്യവചനത്താലും അവർ ജയിച്ചു. അതിനാൽ നാം രക്തത്തെയും വചനത്തെയും ആശ്രയിച്ചു നിൽക്കുന്നു. കർത്താവേ, ക്രൂശിന്റെ ആ സത്യം ഇന്ന് രാത്രി കേൾക്കുവാൻ ഇടയാക്കിയതിന് എത്ര പേർ നന്ദി പറയും. നമ്മുടെ പാപത്തിനും ശാപത്തിനും പകരം അവിടുന്ന് ജീവനും നൽകിയതിന് നന്ദി. യോഹന്നാൻ 19:30 കർത്താവേ, നീ അവസാനിപ്പിച്ചതിനെ പിശാച് വീണ്ടും ആരംഭിക്കുവാനില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. ക്രൂശ് സകലത്തിനും പരിഹാരമാണ്. രക്തം സകലത്തിനും മതി. അവിടുത്തെ കൃപ ആമേൻ മതി. ആമേൻ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12:9 ഇപ്രകാരം വായിക്കുന്നു, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. അതുകൊണ്ട് അപാപമല്ല, കൃപയാണ് തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഞാൻ ഹല്ലേലൂയ ചില ജീവിതങ്ങളോട് പ്രവചിക്കുന്നു. എന്റെ ജീവിതത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാ ശാപത്തിന്റെ അവശിഷ്ടങ്ങളും ക്രൂശിന്റെ അധികാരത്തിൽ ഇപ്പോൾ പൊളിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവന്റെ ആത്മാവിന്റെ ന്യായപ്രമാണം, പാപത്തിന്റെ മരണത്തിന്റെയും ന്യായപ്രമാണത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. അതുകൊണ്ട് ബന്ധനം നിയമപരമായി പൊളിഞ്ഞിരിക്കുന്നു. എന്റെ കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ പുതിയ അധ്യായം ആരംഭിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ.
സങ്കീർത്തനം 115:14 യഹോവ നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. ഞാൻ ശാപത്തിന്റെ അടിമയല്ല, ക്രൂശിന്റെ മകളാണ്. ഞാൻ തോൽവിയുടെ ചരിത്രമല്ല, ആമേൻ, വിജയത്തിന്റെ സാക്ഷ്യമാണ്. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ട് സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ദൈവപുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് ലഭ്യമായ ആ വിടുതൽ, ഞങ്ങൾക്ക് ലഭ്യമായ രക്ഷ, ഞങ്ങൾക്ക് ലഭ്യമായ നിത്യത കർത്താവേ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ആമേൻ ആ വെളിപ്പാടുകളിലൂടെ ജീവിപ്പാൻ കർത്താവ് ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ ഇടയാക്കുന്നതോർത്ത് നന്ദി പറയുകയാണ്. ഒന്നാം ദിവസം ഞങ്ങൾ ആമേൻ യേശുവിന്റെ ജനനത്തെ കുറിച്ച്, രണ്ടാം ദിവസം യേശുവിന്റെ ജീവിതത്തെ കുറിച്ച്, ആമേൻ ഇന്നത്തെ ദിവസം യേശുവിന്റെ ക്രൂശിലെ യാഗത്തെ കുറിച്ച് ആമേൻ കേൾക്കുവാനിടയായി. പിതാവേ, ആമേൻ, മരണം കൊണ്ട് തീർന്നില്ല, ആമേൻ, ഒരു ഉയർപ്പുണ്ടല്ലോ. ആമേൻ, നാളത്തെ പകൽ കർത്താവേ ഞങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗം ഇടയാക്കണം കർത്താവേ. ആ ഉയർപ്പിന്റെ ആ സുദിനത്തെ കുറിച്ച് ആമേൻ, അതേ നാളെ ഞങ്ങൾ കേൾട്ടത് ആമേൻ, ഹല്ലേലൂയ, മഹത്വത്തിലേക്ക് ജീവിപ്പാൻ സ്വർഗ്ഗം ഇടയാക്കണം. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചതായി സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി ആമേൻ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് വിടുവിച്ചിട്ട് അവിടുന്ന് അനുഗ്രഹിച്ചിട്ട് സ്തോത്രം. നാളിതുവരെ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാതെ, യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാതെ, യേശു എന്തിനു വേണ്ടി ജനിച്ചു, എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി മരിച്ചു, ആമേൻ, എനിക്ക് വേണ്ടി ജനിച്ചു, എനിക്ക് വേണ്ടി ജീവിച്ചു, ആമേൻ, എനിക്ക് വേണ്ടി മരിച്ചു, ഈ സത്യം അറിഞ്ഞ് ജീവിപ്പാൻ ഇന്ന് രാത്രി വചനം കേട്ടു വരുദിനങ്ങളിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും സ്വർഗ്ഗമിടയാക്കണം. മഹത്വമെല്ലാം അവിടേക്ക് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. തുടർന്ന് ശ്രവിച്ചാൽ ക്രൂശിൽ നീ തോന്നിയപ്പോൾ ലോകം കരുതിയെല്ലാം തീർന്നു. പക്ഷേ സ്വർഗം വിളിച്ചു പറഞ്ഞത് ഇവിടെ തന്നെയാണ് തുടക്കം. എൻ പാപം നീ ഏറ്റെടുത്തു, എൻ ശിക്ഷ നീ വഹിച്ചു, എൻ ശാപം നീ വഹിച്ചപ്പോൾ എന്നേലനുഗ്രഹം പൊഴിഞ്ഞു. അവസാനിച്ചു നീ വിളിച്ചപ്പോൾ കടം മുഴുവൻ തീർന്നു. അവസാനിച്ചു നീ പറഞ്ഞപ്പോൾ ബന്ധനം ഒടുങ്ങി. രക്തം ഒഴുകി നിലത്ത് വീണപ്പോൾ കുറ്റരേഖ കീറിക്കളഞ്ഞു. മൂന്നാം ദിവസം കല്ല് മാറിയപ്പോൾ എൻ ജയഗാനം ഉയർന്നു. ഞാനിനി ശപിക്കപ്പെട്ടവനല്ല, ഞാൻ അനുഗ്രഹത്തിൻ്റെ മകൻ. ഞാൻ തോൽവിയുടെ അടിമമല്ല, ഞാൻ ജയത്തിൻ്റെ സാക്ഷ്യം. ക്രൂശന്റെ തിരിച്ചറിയൽ, ക്രൂശന്റെ നിയമം, ക്രൂശന്റെ ഭാവി തുറന്നു എൻ ജീവിതം പുതുക്കി. അവസാനിച്ചു എൻ കരയ കഥകൾ, ജയമാരംഭിച്ചു എൻ പുതിയ അധ്യായം.
ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹവും സന്തോഷവുമാകുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണമേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കാം. ആമേൻ. ശാപത്തിന്റെ കീഴിൽ തുടരുന്ന ആമേൻ ജനതയെ ആമേൻ യേശു ക്രിസ്തുവിലൂടെ ആമേൻ നിത്യജീവനിലേക്ക് ആമേൻ നയിപ്പാൻ ആമേൻ അന്ത്യകൽപ്പനയായ ആമേൻ ലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പിനെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ കൽപ്പന ശിരസ നമുക്ക് വഹിക്കാം. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഗോഡ് ബ്ലെസ് യു. See you again. ആമേൻ. ദൈവം അനുവദിച്ചാൽ വരും ദിനങ്ങളിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവം എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. See you again.